രാഷ്ട്രീയ ഭാവി എന്താകും ഈ ചോദ്യമെല്ലാം ആ ഭാഗത്ത് നിൽക്കുന്നു. പരാജയപ്പെട്ട ചേലക്കരയിലെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോളിംഗ് സെന്ററിൽ നിന്ന് കൗണ്ടിംഗ് സെന്ററിൽ നിന്ന് ഇറങ്ങി വരികയാണ്. രണ്ടാമംഗത്തിലും പരാജയപ്പെട്ട രമ്യ ഹരിദാസ്, രണ്ടാമംഗത്തിലും പരാജയപ്പെട്ട രമ്യ ഹരിദാസ്. പക്ഷേ അത് രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ ലേബലിലല്ല, പകരം ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ പോക്കറ്റിൽ ഭരണവിരുദ്ധ വികാരമില്ലാത്തത് കൊണ്ട് ജയിച്ചു എന്നുള്ള കണക്ക് കൂട്ടലും അവകാശവാദവും ഇടത് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് ചേലക്കരയിൽ നടന്നത് സർക്കാരിനെ വിലയിരുത്തൽ, പാലക്കാടുണ്ടായത് അതിനപ്പുറം. രമ്യ ഹരിദാസ് പ്രതികരിക്കാതെ മടങ്ങുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. രമ്യ ഹരിദാസ് പോളിംഗ് സ്റ്റേഷനിൽ നിന്നിറങ്ങി പുറത്ത് CPM പ്രവർത്തകരുടെ വലിയ പ്രകടനമൊക്കെ നടക്കുന്നുണ്ട്. ഇതിനിടയിലൂടെയാണ് രമ്യ ഹരിദാസിന്റെ വാഹനം കടന്നു പോകുന്നത്. CPM പ്രവർത്തകരുടെ വലിയ ആഹ്ലാദ പ്രകടനം പുറത്തുണ്ട്. ഇതിനിടയിലൂടെ അവർ കടന്നു പോവുകയാണ്, അവരെ കടത്തിവിടുകയാണ്. നോക്കൂ, രമ്യ ഹരിദാസിന്റെ വാഹനം കടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എന്തായാലും രാഷ്ട്രീയ പോരാട്ടമായിരുന്നു ചേലക്കരയിൽ നടന്നത്. അതിൽ പരാജയപ്പെട്ട രമ്യ തിരിഞ്ഞു പോകും. ഒരു ആഹ്ലാദ പ്രകടനത്തിലൊക്കെ കടക്കുന്നുണ്ടോ? ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം പാലക്കാട് ഉണ്ടായി നിരാശ മറികടക്കാൻ ചേലക്കര തന്നെയാണ്. 14ാം റൗണ്ടിലെ കണക്ക് കൂടി പുറത്തു വരുന്നു. അവിടെ UDF-നാണ് അപർണ ലീഡ്. 14ാം റൗണ്ട് മാത്തൂരാണെന്ന് തോന്നുന്നു അല്ലെ? മാത്തൂർ പഞ്ചായത്താണ്. അവിടെ LDF-ന് ശക്തി കേന്ദ്രമെന്ന് പറഞ്ഞിരുന്നു. അവിടെ പക്ഷേ BJP 363 ഒതുങ്ങുന്നു. UDF 1033 വോട്ടുകൾ നേടുന്നു. LDF 889. അതായത് LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ വെള്ളിക്കൊടി പാറിച്ചു. 10724 വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമ്പോൾ 14ാം റൗണ്ടിൽ LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലാണ്. അതായത് എല്ലാ മേഖലകളിലും ന്യൂനപക്ഷ മേഖലകളിൽ അടക്കം വോട്ടുകളും LDF-ന് എങ്ങനെ പോയി? കാർഷിക മേഖലയിലെ, ഗ്രാമീണ മേഖലയിലെ വോട്ടുകൾ LDF-ന് എങ്ങനെ പോയി? മാത്തൂർ അടക്കമുള്ള പഞ്ചായത്തുകളിൽ LDF-ന് എങ്ങനെ പരമ്പരാഗത വോട്ടുകളിൽ വിള്ളലുണ്ടായി? അത് ഈ സ്ഥാനാർത്ഥി നിർണയമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ഒരു തരത്തിലുള്ള വിഷയവുമില്ല, ആശയക്കുഴപ്പവുമില്ല എന്ന് പറഞ്ഞെങ്കിലും NN കൃഷ്ണദാസ് അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളൊക്കെ CPM സംസ്ഥാന നേതൃത്വം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. പാലക്കാട് സരിൻ പറയുന്നതല്ല ഇടതുമുന്നണി പറയുന്നത് എന്നതടക്കമുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. സരിൻ ഒന്ന് പറയുന്നു, ആ വിവാദമല്ല മുന്നണി ഏറ്റെടുത്തത്. ഇതൊക്കെ ആശയക്കുഴപ്പത്തിലാക്കിയോ? പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥി UDF പാളയത്തിൽ നിന്ന് വന്ന് കയറുമ്പോൾ അത് അംഗീകരിച്ചില്ലേ പരമ്പരാഗത ഇടത് വോട്ടർമാർ? അതാണോ സംഭവിച്ചത്? മറ്റൊരു തീരുമാനമായിരുന്നോ ഇടതുമുന്നണി എടുക്കേണ്ടിരുന്നത്? ഇടതുമുന്നണിയും പരിശോധിക്കണം പാലക്കാട്, ഒരു തർക്കവുമില്ല. ഈ ട്രോളി വിവാദമൊക്കെ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കാം. ചിത്രം വ്യക്തമാണ്. സംസ്ഥാനത്ത് നടന്ന 3 ഉപതെരഞ്ഞെടുപ്പുകളിലെയും ചിത്രം വ്യക്തമാവുകയാണ്. പാലക്കാട്ട് 18,724 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നു. വയനാട്ടിൽ 3,47,255 പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുതിച്ചെത്തുന്നു. അത് 3.5 ലക്ഷം കടന്നാലും 4 ലക്ഷത്തിന് അടുത്തെത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. 12,122 വോട്ടുകൾക്ക് ചേലക്കരയിൽ UR പ്രദീപ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി മുന്നിൽ വരുന്നു. പ്രിയങ്കയുടെ ഭൂരിപക്ഷം അത് 3.5 ലക്ഷം കടന്നു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം, UDF-ന് വലിയ രാഷ്ട്രീയ വിജയം. ഡിജിറ്റ് 18724 അത് വെറും ഒരു കണക്കല്ല, റെക്കോർഡ് ഭൂരിപക്ഷമാണ്. പാലക്കാട് നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞത് 2016 ഷാഫി നേടിയ 17,483 മറികടക്കുമ്പോൾ അത് ആ നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായി മാറുകയാണ്. വലിയൊരു മറ്റൊരു പ്രധാന കണക്കൂടി ഉണ്ടാകുന്നത്, അതായത് BJP തൊട്ടുപുറകിലുണ്ട് LDF. ഏതാണ്ട് 2000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് BJP-യും LDF-ഉമായി ഉള്ളത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് കൂടിയുണ്ട്. സരിൻ അത്ര മോശക്കാരനല്ല, പക്ഷെ വോട്ട് വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. BJP-യുടെ വോട്ട് കാര്യമായി കുറയുകയും ചെയ്തു. 51,000 വോട്ടുകൾ നേടിയ BJP-യാണ് ഇപ്പോൾ 39,000-ലേക്ക്. ഇടതുമുന്നണിക്ക് പറഞ്ഞു നിൽക്കാം, ഞങ്ങൾക്ക് കൂടി നഗരസഭയിൽ ഇടതുമുന്നണിക്ക് കൂടി എന്ന് പറഞ്ഞു നിൽക്കാനുള്ള ഒരു ആശ്വാസം അവിടെയുണ്ട്. BJP ഈ പറഞ്ഞതുപോലെ BJP-ക്ക് എന്ത് പറ്റി? ആരുടെ തലയാണ് ഉരുളുക? C കൃഷ്ണകുമാറിന് എന്തുകൊണ്ട് ഇത്രയ്ക്ക് അധികം വോട്ട് ചോർച്ച തടയാൻ കഴിഞ്ഞില്ല? BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഒക്കെ അവിടെ പ്രചാരണത്തിൽ ഫുൾ
സ്വിംഗിലുണ്ടായിരുന്നു. ഒരുമിച്ച് ട്രാക്ടറിൽ പ്രചാരണം നടത്തിയിട്ടാണ് കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും കൃഷ്ണകുമാറിന് വേണ്ടി വോട്ട് ചോദിക്കാൻ എത്തിയത്. ഇതൊന്നും വർക്കൗട്ട് ആയില്ലേ? സന്ദീപ് വാര്യർ ഫാക്ടർ ഇത്രയ്ക്കുമുണ്ടോ? ഇത്രയേറെ വോട്ട് ചോർത്താൻ മാത്രം സന്ദീപ് വാര്യർ ഫാക്ടറിന്? അതായത് 1,37,000 വോട്ടുകൾ പോൾ ചെയ്ത തെരഞ്ഞെടുപ്പിൽ 57,913 വോട്ടുകൾ നേടിയാണ് UDF വലിയ വിജയം സ്വന്തമാക്കുന്നത്. BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പി ശ്രീധരൻ മത്സരിച്ചപ്പോൾ 51,000 വോട്ടുകൾ ഉണ്ടായിരുന്നു. അത് നേരെ 39,243 താഴ്ന്നു. അതായത് 11,000 വോട്ടുകളുടെ വ്യത്യാസം ഉണ്ടാകുന്നു. LDFന്റെ വലിയ കുതിച്ചുചാട്ടം 26,000. ആവേശം ലഡ്ഡു ഒക്കെ വിതരണം ചെയ്ത ആവേശം. പാലഭിഷേകം